ഹലോ, ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം കേട്ടോ. കാരണം ഇതൊരു അൺബോക്സിങ് വീഡിയോ മാത്രമല്ല. അപ്പോൾ ക്യൂട്ട്നെസ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഓടി വന്നോളൂ, അത് നിങ്ങൾക്കുള്ളതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. എയർ ഡ്രൈ സോഫ്റ്റ് ക്ലേ ആണ്. എനിക്ക് ഏകദേശം 4 പാക്കും കൂടി 175 റുപ്പീസേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റിൽ കയറി ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അവർക്ക് ഇട്ടുതരാവുന്നതാണ്. അപ്പം ഒരു പാക്കിൽ മൊത്തവും 12 കളേഴ്സാണ് ഉള്ളത്. പിന്നെ 3 ടൂൾസും ഉണ്ട്. അതിൽ 3 ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് ഞാൻ. വൈറ്റ്, യെല്ലോ ആൻഡ് ലൈറ്റ് പിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡ്സാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ ഫൈബർ ഷീറ്റ് കൊണ്ട് ഒന്ന് റോൾ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ അത് പാളിപ്പോയി. പിന്നെ ഞാൻ എൻ്റെ കയ്യിലൊരു പൊട്ടിയൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു. ആ ഗ്ലാസ് കൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ റോളായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഇല്ലെങ്കിൽ നിങ്ങൾ നോട്ട്ബുക്കോ നല്ലൊരു നോട്ട്ബുക്കിൻ്റെ ഫ്രണ്ട് കൊണ്ട് ചെയ്താലും മതി. റോൾ ചെയ്താൽ മതി. വെയിറ്റായിട്ടുള്ള എന്തെങ്കിലും പരന്ന വെയിറ്റായിട്ടുള്ള എന്തെങ്കിലും കൊണ്ട് റോൾ ചെയ്താൽ മതി, റോളായിക്കോളും. പിന്നെ അത് ഒട്ടിപ്പിടിക്കാതെ നോക്കുക. അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. റോൾ ചെയ്തെടുക്കുന്ന സാധനം ഭയങ്കര വെയിറ്റ് ആവരുത്. കാരണം നമ്മൾ വെക്കുമ്പോഴത്തേക്ക് നമുങ്ങിപ്പോരുത് ആ വെയിറ്റ് കാരണം. കാരണം നമ്മളെ കയ്യിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും ആയിരിക്കും എടുക്കുന്നത്. പിന്നെ ഇതിങ്ങനെ ബാലൻസ് വന്ന റോൾ ചെയ്താണ് ഞാനിപ്പോൾ ഈ കുഞ്ഞ് 3 റോൾസ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അത് കണക്ക് 2 സൈഡിലും അത് കണക്ക് 3 വെച്ച് വേണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്. അപ്പം 3 റോൾ വെച്ച് റൗണ്ട് ഞാൻ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഞാനൊരു വൈറ്റ് ക്ലേ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ പരത്തി. അതിങ്ങനെ ശരിയാവുന്നില്ല. പിന്നെ ഞാൻ കൈ വെച്ചാണ് പിന്നെ പരത്തിയത്. അപ്പം വൈറ്റ് തന്നെയാണ് നിങ്ങൾ ഈ റൗണ്ട്സ് എടുക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, അത് തെളിഞ്ഞ് വരത്തില്ല. പക്ഷേ ഞാനിപ്പോൾ കാണിച്ചു തരാം എന്താ സംഭവിച്ചതെന്ന്. എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് ചെറുതായിട്ടേ പ്രസ് ചെയ്യാവുള്ളൂ. വലുതായിട്ട് പ്രസ് ചെയ്താൽ ഭയങ്കര ഒരു ക്ലൗഡിൻ്റെ ഒരു ഷേപ്പ് വരത്തില്ല. അപ്പം ഇത് കുറച്ച് ഒന്ന് വലുതായിട്ട് പ്രസ് ചെയ്ത് കളഞ്ഞു. അപ്പം അതിൻ്റെ ആ ഒരു ചെറിയൊരിത് കാണാം. പിന്നെ ഇവിടെ പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ബാക്കിൽ റൗണ്ട്സ് എടുത്തിരിക്കുന്ന യെല്ലോ ഷെയ്ഡ് ആയതുകൊണ്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ യെല്ലോ ഇങ്ങനെ ഷെയ്ഡ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നതുകൊണ്ട് ഞാൻ സൈഡിലുള്ളതൊക്കെ കുറച്ച് പിച്ചി നടുക്കൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തപ്പോഴത്തേക്ക് അതിലോട്ടങ്ങ് ശരിയായി. 2 ക്ലൗഡ്സ് ഉണ്ടാക്കി 2 സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുക. നിങ്ങളിപ്പോൾ കീച്ചേൻ്റെ റിംഗ് ഉണ്ടെങ്കിൽ അങ്ങനെ കീച്ചേൻ്റെ ഇതായിട്ട് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ജേർണലിൻ്റെ ബുക്കിൻ്റെ ഫ്രണ്ടിലോ ഇതൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ നല്ല സൂപ്പറായിരിക്കും, നല്ല ക്യൂട്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഈ ക്ലേ വെച്ച് എന്ത് ചെയ്യണമെന്ന് കമൻറ്റിൽ അറിയിക്കുക.